പാലക്കാട് പനയമ്പാടം വാഹനാപകടം നടന്ന സ്ഥലം ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി, RTO, PWD, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാലക്കാട് പനയമ്പാടത്ത് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി, RTO, PWD, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അപകട സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും അപകട സ്ഥലം സന്ദർശിച്ചത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഈ അപകട സ്ഥലം ഇപ്പോൾ ഉന്നത സംഘം ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ? അല്പസമയം മുൻപാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധന പനയമ്പാടത്ത് ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി, RTO, ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, PWD ഉദ്യോഗസ്ഥർ, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘമാണ് സുരക്ഷാ പരിശോധന ഈ പനയമ്പാടത്ത് നടത്തുന്നത്. അതായത് അപകട പശ്ചാത്തലത്തിൽ ആണ് ഈ ഒരു പരിശോധന. നേരത്തെ ഈ അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഉയർന്നതോടുകൂടെയാണ് ഇന്നലെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിൽ യോഗം ചേരുകയും ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധന ഇന്ന് നടത്തും എന്നുള്ളത് വ്യക്തമാക്കിയത്. ഏതായാലും ഇവർ ഇവിടെ പരിശോധന നടത്തി എന്താണ് നിലവിലെ ആ റോഡിലെ സാഹചര്യങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ അടയാളപ്പെടുത്തും. അതിനുശേഷം ഇവർ തയ്യാറാക്കുന്ന ആ ഒരു റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു റിവ്യൂ മീറ്റിംഗ് ചേരും. ആ റിവ്യൂ മീറ്റിംഗിൽ ഇനി എന്തൊക്കെ തുടർ നടപടികൾ കൈക്കൊള്ളണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയം മുൻപ് മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെ ഈ പനയമ്പാടത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം വാഹനം ഓടിച്ചുൾപ്പെടെയായിരുന്നു ഇവിടെ പരിശോധന നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശോധനയിൽ ഡിവൈഡറുകൾ, സിമെൻറ്റ് കൊണ്ടുള്ള ഡിവൈഡറുകളും മറ്റുമൊക്കെ വെച്ച് റോഡിനെ മധ്യഭാഗത്ത് ഡിവൈഡറുകൾ വെച്ച് റോഡിനെ തരംതിരിക്കും. അതായത് നിലവിൽ അപകടമുണ്ടാകുന്നത് ഈ റോഡിൻ്റെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ആ ലൈനിലാണ് വീതി കുറവും, അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലൈനിൽ വീതി കൂടുതലും ഉണ്ട്. അത് അപകടത്തിന് കാരണമാവുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ഒരു വിലയിരുത്തലായി അദ്ദേഹം വാഹനം ഓടിച്ചുൾപ്പെടെ നോക്കി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ എന്നോണം സിമന്റ് ഡിവൈഡറുകളും മറ്റും വെച്ച് റോഡിൽ സ്ഥാപിക്കുമെന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴായാലും ഈ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിന്റെ വീതി സംബന്ധിച്ചും അതുപോലെ തന്നെ എവിടെയാണ് ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത, അപാകത, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ പരിശോധന ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ വിവിധ ഉദ്യോഗസ്ഥരുടെ വ്യക്തമാണ്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പനയമ്പാടത്ത് അപകടമുണ്ടായ സ്ഥലമാണ് വിദഗ്ധ സംഘം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്.